ബീഹാർ മാവോയിസ്റ്റ് മുക്തമെന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. തലയ്ക്ക് 3 ലക്ഷം രൂപ വിലയിട്ടിരുന്ന സുരേഷ് കോട എന്ന മുസ്താഖീം കീഴടങ്ങി. ഇതോടെ സംസ്ഥാനത്ത് സജീവമായിരുന്ന മാവോയിസ്റ്റ് ഭീകരത അവസാനിച്ചതായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഡയറക്ടർ ജനറൽ കുന്ദൻ കൃഷ്ണൻ അറിയിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, നമുക്കറിയാം മാവോയിസ്റ്റുകളുടെ താവളം കൂടിയായിരുന്നു ബീഹാർ സംസ്ഥാനം. ആ സംസ്ഥാനത്ത് നിന്നാണ് മാവോയിസ്റ്റ് ഭീകരത സമ്പൂർണ്ണമായി തുടച്ചു നീക്കുന്നു എന്നുള്ള പ്രഖ്യാപനം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നടത്തുന്നത്. അതിൽ ഏകദേശം 60ഓളം കേസുകൾ ഉണ്ടായിരുന്ന, അതായത് തലയ്ക്ക് 3 ലക്ഷം രൂപ വിലയിട്ടിരുന്ന സുരേഷ് കോട എന്ന മുസ്താഖീം കീഴടങ്ങുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ. വിനോദ്, മാവോയിസ്റ്റ് മുക്തമായി ബീഹാറിനെ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു കാലത്ത് വിവിധ മേഖലകൾ, ബീഹാറിന്റെ വിവിധ മേഖലകൾ മാവോയിസ്റ്റുകൾ അടക്കി ഭരിച്ചിരുന്നു. അവിടെ പൂർണ്ണമായും മാവോയിസ്റ്റ് മുക്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഡയറക്ടർ ജനറൽ കുന്ദൻ കൃഷ്ണൻ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സർക്കാർ തലയ്ക്ക് 3 ലക്ഷം രൂപ വിലയിട്ടിരുന്ന സുരേഷ് കോട എന്ന മാവോയിസ്റ്റ് കമാൻഡർ കൂടി കീഴടങ്ങിയതോടെ സംസ്ഥാനത്ത് സജീവമായി ഉണ്ടായിരുന്ന മുഴുവൻ മാവോയിസ്റ്റ് ഭീകരരും നിയമത്തിന് മുൻപിൽ കീഴടങ്ങി കഴിഞ്ഞു. ഇനി സംഘടിതമായ മാവോയിസ്റ്റ് ഭീകരവാദം ബീഹാറിന്റെ മണ്ണിൽ അവശേഷിക്കുന്നില്ല എന്നുള്ള വ്യക്തമായ റിപ്പോർട്ടാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ, മുൻപ് മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക ഓപ്പറേഷൻസ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയോജിതമായി നടത്തിവരികയാണ്. അതിൽ ബീഹാറിൽ വലിയ വിജയം കണ്ടിരിക്കുന്നു. തലയ്ക്ക് 3 ലക്ഷം രൂപ വിലയിട്ടിരുന്ന, നിലവിൽ 60ലധികം കേസുകൾ ചുമത്തിയിട്ടുള്ള സുരേഷ് ഖോഡ എന്ന മുസ്തഖീമാണ് കീഴടങ്ങിയത്. ഇതോടുകൂടി ബീഹാറിന്റെ മണ്ണിൽ നിന്ന് സംഘടിതമായ മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിച്ചു എന്ന നിഗമനത്തിലാണുള്ളത്. ഛത്തീസ്ഗഡിലും മാവോയിസ്റ്റ് ഭീകരവാദം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഈ വർഷം 2026ഓടുകൂടി രാജ്യത്തു നിന്ന് തന്നെ മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കും എന്ന പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തിയിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനുവേണ്ടി സംയോജിതമായി പ്രവർത്തിച്ചു വരികയാണ്. വിനോദ്, വളരെ വ്യക്തമാണ്. ബീഹാർ NDAയുടെ ഭരണ മികവിൽ വീണ്ടും ഭരണ തുടർച്ച തുടരുന്ന ബീഹാറിൽ അവിടെ മാവോയിസ്റ്റ് ഭീകരത സമ്പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടുന്നു എന്നുള്ള വാർത്തയാണ് ഈ അവസരത്തിൽ പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.